ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്തനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 20 ഫെബ്രുവരി 2026, ഈ മാസത്തിലെ 20-ാമത്തെ ദിവസം, ഈ വർഷത്തെ 51-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 5-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: ആഘോഷത്തിൻ്റെ ആത്മീയതയിലാണോ നാം ജീവിക്കുന്നത്? ആഘോഷത്തിൻ്റെ ആത്മീയതയിലാണോ നാം ജീവിക്കുന്നത്? നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ദൈവാലയത്തിലേക്ക് ചെല്ലുന്നതായ അവസരത്തിൽ അന്ന് അവിടെ വാദ്യഘോഷങ്ങളോ ഗായസംഘങ്ങളോ ഒന്നും ഇല്ലാഞ്ഞ ഒരു കാലം. അന്ന് എത്ര ഭക്തി ആദരവോടുകൂടി നാം ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം അവിടെ ബഹുമാനപ്പെട്ട ആചാര്യ ശ്രേഷ്ഠൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ അവസരത്തിൽ നാം ഓരോരുത്തരും ആ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ പ്രതിവാക്യങ്ങൾ വളരെ ഭക്തിയോടുകൂടി നമ്മൾ ചൊല്ലുകയും നമ്മൾ വെറും കൈയോടെ ചെന്ന നാം ഓരോരുത്തരും അവിടെ നിന്നും തിരികെ വരുമ്പോൾ വളരെ ആത്മീയ നിറവുള്ളവരായി വന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയാണോ നമ്മൾ ഓരോരുത്തരും ദൈവാലയത്തിൽ ചെന്നതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് വരുന്നത് എന്ന് നാം നമ്മോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഇന്നത്തെ കാലത്തേക്ക് നാം നോക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തെ ത്രസിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന പുത്തൻ സമ്പ്രദായങ്ങളാണ് ആഘോഷത്തിൻ്റെ ആത്മീയത എന്ന് നമുക്ക് പറയാം. അതായത് എൻ്റർടൈൻമെൻറ്റ് സ്പിരിച്വാലിറ്റി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ആഗോളതലത്തിൽ വികസിതമായ മാധ്യമ സംസ്കാരവും ന്യൂനത സാങ്കേതിക വിദ്യയും കമ്പോള മൂല്യങ്ങളും മൂലധന കാഴ്ചപ്പാടുകളും സൃഷ്ടിച്ച ജനപ്രിയ ആത്മീയതയാണിത്. 1/4 നൂറ്റാണ്ടിൻ്റെ അധികമായി സഭകളെ ഈ ആഘോഷ തിമിരങ്ങൾ ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തീയ ആരാധന, വേദപ്രബോധനം, വിവിധങ്ങളായ ആചാര അനുഷ്ഠാനങ്ങൾ എന്നിവ എല്ലാം വ്യത്യസ്ത തരത്തിൽ ആഘോഷത്തിൻ്റെ ആത്മീയതയുടെ അധിനിവേശത്തിൽ വ്യാപകമായതായി നമുക്ക് ഏവർക്കും കാണുവാൻ സാധിക്കും. ജനങ്ങളുടെ ഭൗതികവും വൈകാരികവുമായ തീക്ഷ്ണതകൾക്ക് സംതൃപ്തി പകരും വിധമുള്ള ആത്മീക സമ്പ്രദായങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിൽ ആവിഷ്കരിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ വരവോടെ ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾക്ക് ആഗോള പ്രചാരം ലഭിക്കുകയും അവ പരമ്പരാഗത മുഖ്യധാര സഭകളിലേക്ക് സംക്രമിക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് പങ്കാളിത്തവും നേതൃത്വവും അധികാരവും ലഭ്യമായ ഡിജിറ്റൽ ജനാധിപത്യത്തിലെ ആത്മീയതയുടെ പുതിയ മുഖമായി ഇതിനെ ബാരി ട്രെയിലർ യാ എൻ്റർടൈൻമെൻറ്റ് ടെക്നോളജി ആയി വ്യാഖ്യാനിക്കുന്നു. ആഘോഷങ്ങളുടെ അധിനിവേശമാണ് ഇപ്പോൾ ക്രൈസ്തവ സഭയിൽ ശക്തിപ്പെടുന്നത്. ആരാധനയും അനുഷ്ഠാനങ്ങളും എല്ലാം ആഘോഷത്തിൽ മുങ്ങിയതായി നമുക്ക് ഏവർക്കും അറിയാം. നാം ഇന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന അവസരത്തിൽ മിണ്ടാതെ നിൽക്കാനാണ് നമ്മളെ ഓരോരുത്തരെയും ഇൻഡയറക്റ്റ്ലി പ്രബോധിപ്പിക്കുന്നത്. കാരണം അവിടെ ഓരോ ദിവസം ഓരോ ട്യൂണിൽ അവരുടെ താല്പര്യമനുസരിച്ചുള്ള ആ രീതിയിൽ പാട്ട് പാടുകയും അവരുടെ പ്രതിവാക്യം ചൊല്ലുകയും ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കത്തക്കവണ്ണം അവരോട് യോജിക്കത്തക്കവണ്ണം നമ്മളുടെ ഭക്തി പോയിട്ട് അവരുടെ കൂട്ടത്തിൽ ഓടുവാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കുന്നത്. കുർബാന, അതായത് വിശുദ്ധ കുർബാന കഴിഞ്ഞ് നാം ഓരോരുത്തരും തിരിച്ചു വരുമ്പോൾ അതായത് തരത്തിലുള്ള അസുഖങ്ങളുള്ളവരാണ് നാം ഓരോരുത്തരും. അതിൽ മൈക്കിൻ്റെ ശബ്ദകോലാഹലങ്ങൾ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത ഒരു പ്രവണതയായി മാറിയിരിക്കുന്ന സമയത്ത് ദൈവാലയത്തിൽ നാം ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ചില സമയത്ത് അങ്ങനെ തോന്നാറുണ്ട്, എന്തിനാണ് ഇവിടേക്ക് ഇന്ന് വന്നതെന്ന്. കാരണം ഓരോ സ്റ്റൈൽ അവിടെ അത് വളരെ ഓരോ ദിവസം ഓരോന്നായി മാറി മാറി വരുന്നതായി ഈ അവസരത്തിൽ ഇത് വളരെ ഭക്തി എന്നുള്ളത് മാറിയിട്ട്
എല്ലാം ഒരു ആഘോഷമായി മാറ്റിയിരിക്കുന്ന കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കാണുമ്പോൾ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസമല്ല, പിന്നെയോ ഒരു ആഘോഷമാണ് നാം അവിടെ കാണുന്നത്. ആ ആഘോഷങ്ങളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നു. ഉള്ള വിശ്വാസം കൂടെ പോയി പോകുന്ന ഒരു അവസ്ഥ. അത് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹാപുരോഹിതന്മാരും നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാരും സമയാസമയങ്ങളിൽ നമ്മളോട് പറയുന്നത് ആഘോഷങ്ങളല്ല, ഫ്യൂഷൻസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഭക്തിയാണ് എന്ന് പറയുന്നതിൽ നമ്മൾ എത്ര പേര്, പ്രത്യേകിച്ച് ഭരണാധികാരികൾ എത്ര പേര് അത് അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു പിന്മാറ്റമുണ്ടാക്കി ആത്മീയമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ആയതിനാൽ ഇന്നത്തെ നമ്മളുടെ ഓരോ ആരാധനയും ആഘോഷത്തിൻ്റെ ആത്മീയതയിൽ ആണ് നാം കാണുന്നത്, കേൾക്കുന്നത്. അതിനോട് നമുക്ക് യോജിച്ചേ മതിയാവൂ. ഇല്ല എങ്കിൽ സമൂഹത്തിൽ നാം ഒറ്റപ്പെട്ടു പോകും. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അതിന് എന്തുമാത്രം പ്രസക്തി ഉണ്ട് എന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഓരോ നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ലൂക്കോസ് എവൻഗലിസ്റ്റായുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വേദഭാഗം നാം കാണുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഭൗതിക പ്രലോഭനങ്ങളിൽ വിമോചനം നേടുവാനായി സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ആഘോഷങ്ങൾ ഒക്കെയും ഇല്ലാതാക്കിക്കൊണ്ട് നാം ആഘോഷത്തിൻ്റെ ആത്മീയതയിൽ മുഴുകാതെ ആത്മീയമായി ദൈവവിശ്വാസത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. അതിന് പള്ളികളിൽ അധികാരികളായി വരുന്നവർ അതിന് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നമുക്ക് എല്ലാം ശരിയായി കിട്ടും. ദൈവം അതിനു വേണ്ടിയിട്ട് അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.